ഒരു പവന് 72,000 രൂപയോളം ഇന്ത്യൻ മൂല്യമുള്ള ഈ മഞ്ഞലോഹം 10 കൊല്ലത്തിനുള്ളിൽ വെറും കല്ലിന് സമാനമായ ഒരു വസ്തുവായി മാറുമെന്ന് ഞാൻ പറഞ്ഞാൽ യൂട്യൂബ് അൽഗോരിതത്തെ ഔട്ട്സ്മാർട്ട് ചെയ്യാനായി പറയുന്ന വെറുമൻ പ്രസ്താവനയാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു പക്ഷേ ഇതിനെ തള്ളിക്കളയാം. പക്ഷേ ഈ വീഡിയോയിൽ അടുത്ത 10 വർഷത്തെ സ്വർണത്തിന്റെ തലവര എന്താണെന്ന് റിസർച്ചുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് മീ നസ്രീൻ. വെൽക്കം ടു നസ്ഇൻഫോ ഹബ്. എന്തെങ്കിലും സ്വർണത്തിന് മൂല്യമില്ലാതാകുമോ? ഈ ചോദ്യമാണ് കഴിഞ്ഞ 10 വർഷമായി ഗൂഗിളിന്റെ ടോപ്പ് ചോദ്യങ്ങളിൽ ഒന്നായി ഓടിക്കളിക്കുന്ന ഒരു ചോദ്യം. പാൻഡമിക് പോലൊരു ഫിനാൻഷ്യൽ വേവ് ആണ് വരാനിരിക്കുന്നതെന്നും അതിന്റെ വരവോടുകൂടി സ്വർണ്ണവില താഴുമെന്നും ഞാനല്ല, സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരിൽ ഒന്നാമതായി നിൽക്കുന്ന അമർത്യ സെന്നെ പോലുള്ളവരാണ് പറയുന്നത്. ഈ വീഡിയോയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുന്ന ദിവസമായ ഇന്ന്, അതായത് 2025 മെയ് 21 അന്തർദേശീയ വിപണിയിൽ 1 ഔൺസ് സ്വർണത്തിന് $3,312 രൂപയും 1 ഗ്രാം സ്വർണത്തിന് $106.50 വിലയുണ്ട്. കേരളത്തിൽ ഈ ദിവസം 24 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 9,742 രൂപയും 22 ക്യാരറ്റ് ഗ്രാമിന് 8,930 രൂപയും വിലയുണ്ട്. 18 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 7,307 രൂപയാണ് നിലവിലെ വില. ഇത്രത്തോളം സ്ഥിരതയുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റുകളിലെ ഒന്നാം നമ്പർ അസറ്റായ സ്വർണം 2039 ആകുമ്പോൾ സ്വർണത്തിന് കല്ലിന്റെ വിലയാകുമെന്ന് പ്രവചിച്ചതാര്? അതിലേക്ക് ഈ പറഞ്ഞവരെ എത്തിച്ച കാരണങ്ങൾ എന്തെല്ലാം? അതിനെ നമ്മൾ വിശ്വാസത്തിലെടുക്കണമോ? ഇതിനെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അന്നത്തെ ആഗോള സമ്പദ് വിനിമയത്തിന്റെ ഉപാധിയാക്കിയ അമേരിക്ക തന്നെ സ്വർണത്തിന്റെ വിലയെ ഇടിച്ചു കളയുമെന്ന് 1943 പ്രവചിച്ച ഒരു അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ നമുക്ക് മുന്നിലുണ്ട്. എഡ്വിൻ കമർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്: ലോകമെങ്ങും കുമിഞ്ഞുകൂടുന്ന സ്വർണം അമേരിക്കൻ ഡോളറിന് ഭീഷണിയാകുന്ന ഒരു കാലമുണ്ടാകുമെന്ന്. ഗ്ലോബൽ കറൻസി എന്ന സ്ഥാനം അമേരിക്കൻ ഡോളറിന് നഷ്ടമാകാതിരിക്കാൻ 21ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ ഫെഡറൽ റിസർവ് തങ്ങളുടെ ഗോൾഡ് ഡിപ്പോസിന്റെ മൂല്യം പടിപടിയായി കുറയ്ക്കുമെന്ന്. ആഗോള വ്യാപാരത്തിൽ സ്വർണം ഉപയോഗിക്കുന്നതിൽ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതോടെ ഡോളറിന്റെ മൂല്യം കൂടാൻ അമേരിക്ക ശ്രമിക്കുമെന്നും അതോടെ സ്വർണ്ണവില പൂർണ്ണമായും ഒറ്റയടിക്ക് ഇടിയാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്: ലോകമെമ്പാടുമുള്ള എല്ലാ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെയും തലവൻ അമേരിക്കയാണെന്ന സത്യം. ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയിക്കുന്ന ചില ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അമേരിക്കൻ കോൺഗ്രസ് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ എന്ന പേരിൽ 2019 കിൽ ദ ഗോൾഡ് എന്ന തരത്തിലുള്ള ഒരു നിയമനിർമ്മാണത്തിന് ശ്രമിച്ചിരുന്നു. പക്ഷേ കോവിഡ് എന്ന മഹാമാരിയുടെ വരവോടുകൂടി മാത്രമാണ് ആ ഒരു ശ്രമം അവസാനിച്ചത്. ഇനിയും അങ്ങനെ ഒരു ശ്രമം നടത്തില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സ്വർണത്തിൽ അധികമായി ഇൻവെസ്റ്റ് ചെയ്തുകൊള്ളൂ. ഇങ്ങനെ ഒരു ശ്രമം അമേരിക്ക നടത്തിയാൽ ഇന്ന് 9,742 രൂപ ഗ്രാമിന് വിലയുള്ള സ്വർണം വെറും 15 ദിവസം കൊണ്ട് 4,000 രൂപ എന്ന വിലയിലേക്ക് മാറും. ഇതിന്റെ വില പൂർണ്ണമായി ഇടിക്കാമെന്ന് പറയാനുള്ള രണ്ടാമത്തെ കാരണം സ്വർണ്ണഖനനത്തിൽ പല രാജ്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കർശന നിയന്ത്രണങ്ങളാണ്. സ്വർണ്ണഖനികളിലെ ഓവർ പ്രൊഡക്ഷൻ അവസാനിപ്പിക്കാൻ 11 ആഫ്രിക്കൻ രാജ്യങ്ങൾ ചേർന്ന് നിർമ്മിച്ച പദ്ധതിക്ക് ശേഷം സ്വർണ്ണോൽപാദനം പ്രതിവർഷം 20% കുറഞ്ഞിട്ടുണ്ട്. ലഭ്യത കുറയുമ്പോൾ ഡിമാൻഡ് കൂടില്ലേ എന്നാകാം നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. പക്ഷേ സ്വർണത്തിന് ഒരു പ്രത്യേകതയുണ്ട്: ലഭ്യത കൂടുതലായാൽ മാത്രം ഡിമാൻഡ് കൂടുന്ന ഒരു ഐറ്റമാണ് ഈ മഞ്ഞലോഹം. ഞാൻ പറയുന്നത് നുണയായി തോന്നിയാൽ സ്വർണ്ണവില ഇടിഞ്ഞ സമയങ്ങളിലെ പ്രൊഡക്ഷൻ റേറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇതിന്റെ വില ഇടിയുമെന്ന് പറയാനുള്ള മൂന്നാമത്തെ കാരണം നിക്ഷേപത്തിനായി പല രാജ്യങ്ങളും സ്വർണം വാങ്ങുന്ന രീതി 2018 തൊട്ട് സ്ഥിരമായി കുറച്ചിരിക്കുന്നു എന്നതാണ്. പകരം ബോണ്ടുകളിലും ഇക്വിറ്റികളിലും എല്ലാമാണ് വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും താല്പര്യം. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, അല്ലയോ മണ്ടിയെ, എന്നിട്ടും 2018 തൊട്ട് 2025 വരെ സ്വർണ്ണവിലയിൽ എന്തുമാത്രം വില കയറിയെന്ന്? ഉത്തരം തരാം. അതിന് പിന്നിൽ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെയും അമേരിക്കയുടെയും ആവർത്തിച്ച പലിശ നിരക്ക് വർധനവ് മാത്രമാണ് കാരണം. ലോകം ഉടൻ തന്നെ അടുത്തൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിടാമെന്നൊരു ഭയം കൂടിയാണ് നമ്മുടെ രാജ്യത്തിലടക്കം ക്രമാതീതമായി സ്വർണ്ണവില കൂടാൻ കാരണമാകുന്നത്. നിങ്ങൾക്ക് മുമ്പ് 2019 ഒരു വർഷത്തോളം മഹാമാരി കാരണം റൂമുകളിൽ തറയ്ക്കപ്പെടുമെന്ന് പല വിദഗ്ധരും പറഞ്ഞപ്പോൾ തള്ളിക്കളഞ്ഞ നമ്മൾ ആ ഒരു അവസ്ഥ ലൈഫിൽ വന്നപ്പോൾ വിശ്വസിച്ചു. ഇത്തരം സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും വിദഗ്ധരും ഏറെ നാളത്തെ പഠനത്തിനൊടുവിലാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഉപ്പുതിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറയും പോലെ കയ്യിൽ കൂടുതൽ സ്വർണ്ണമുള്ളവൻ വെള്ളം ഏറെ കുടിക്കേണ്ടി വരും എന്ന് ചുരുങ്ങിയ ഭാഷയിൽ പറയാം. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ശരിയായി തോന്നുന്നുണ്ടെങ്കിൽ ഉചിതമായ സമയത്ത് വിൽക്കേണ്ടതിനെ വിറ്റ് കളയാൻ ശ്രമിക്കൂ. തെറ്റെന്ന് വിശ്വസിക്കുന്നവർ ഗോൾഡിലേക്ക് കൂടുതലായി ഇൻവെസ്റ്റ് ചെയ്യും.